വേദിയിലും സന്നിധിയിലായിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, സമയക്കുറവുള്ളത് കൊണ്ട് ഞാൻ വളരെ ഫാസ്റ്റായിട്ട്, എനിക്ക് 5 മിനിറ്റ് തന്നിരിക്കുന്നു അല്ലേ? 5 മിനിറ്റ് ആണോ അതോ 10 മിനിറ്റ്? ഓക്കെ, ഓൾറൈറ്റ്. ഞാൻ വളരെ ഫാസ്റ്റായിട്ട് എനിക്ക് പറയാനുള്ളത് പറഞ്ഞു തീർക്കുകയാണ്. ഒത്തിരി സന്തോഷമുണ്ട് എലൈറ്റ് ഗ്രൂപ്പ് ഇങ്ങനൊരു അടിപൊളി പ്രോഗ്രാം ഇവിടെ സ്റ്റാഫിനെ ഉൾപ്പെടുത്തിക്കൊണ്ട്, അംഗങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് നടത്തുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. പ്രത്യേകിച്ച് ഇതിൻ്റെ സാരഥി ഹരികുമാർ സാറിന് പ്രത്യേക അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. അദ്ദേഹത്തിന് തോന്നിയല്ലോ. എന്തായാലും അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ വണ്ടർഫുൾ ടീമിനും എൻ്റെ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. നമ്പർ 2, ഒരു വിഷമമുണ്ട്. ഇത്രയും ഞാൻ അറിഞ്ഞിരുന്നില്ല. എന്നെ ഇന്ന് ഇവിടെ ക്ഷണിച്ചപ്പോൾ ഒരു ഫംഗ്ഷനുണ്ട്, വരണമെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ വന്നു. പക്ഷെ വന്ന് കണ്ടപ്പോഴാണ് അതിമനോഹരമായ പ്രൗഢഗംഭീരമായിട്ടുള്ള ഓഡിയൻസ്, നല്ലൊരു സിസ്റ്റമാറ്റിക് ആയിട്ട് നടക്കുന്നൊരു പ്രോഗ്രാം. ഇതിൽ എനിക്കൊരു ഭാഗമാകാൻ ശരിക്കും പറ്റിയില്ലല്ലോ എന്നുള്ള ഓർക്കുമ്പോൾ ഒരു വിഷമമുണ്ട്. അത് കാര്യമാക്കണ്ട. എന്തായാലും ഒരു 5 മിനിറ്റ്സ് എനിക്ക് തന്നല്ലോ, അതിൽ ഒത്തിരി സന്തോഷമുണ്ട്. നമുക്ക് ആരംഭിക്കാം അല്ലേ? ആരംഭിക്കാം. റൈറ്റ്. എനിക്കറിയാം നിങ്ങളാരും എന്നിൽ നിന്നും ഒരു മാജിക് ഒന്നും പ്രതീക്ഷിക്കുന്നില്ല എന്നുള്ള അറിയാം, സമയക്കുറവ് കാരണം. അതോ എന്താണ്? ഒരു മാജിക്കിലൂടെ ഞാനൊരു മെസ്സേജ് തരാൻ ആഗ്രഹിക്കുകയാണ്. മാജിക് ഇത് കേൾക്കുമ്പോൾ എല്ലാവരുടെയും മനസ്സിലൂടെ, പണ്ടൊക്കെയുള്ള കാര്യത്തിന് 30 വർഷം മുമ്പ് ഞാൻ നാട്ടിൽ പ്രോഗ്രാം അവതരിപ്പിക്കാൻ എത്തിയപ്പോൾ എൻ്റെ പ്രോഗ്രാം പലരും കാണുന്നത്, ഇപ്പം പ്രത്യേകിച്ച് ചർച്ചിലൊക്കെ പ്രോഗ്രാം വെച്ച് കഴിഞ്ഞാൽ പകുതിയാകുമ്പോൾ നിന്ന് പോകും. കാരണം അവർ പറയുന്നത്, പലരും വിശ്വാസികളെന്ന് വിശ്വസിക്കുന്ന ആൾക്കാർ വിചാരിക്കുന്നത് ഇത് പിശാചിൻ്റെ പ്രവർത്തനമാണെന്ന്. അല്ല, തീർത്തും അതല്ല. ദ ബ്യൂട്ടിഫുൾ ഫോം ഓഫ് വിഷ്വൽ ആർട്ട്. ഇത് നിങ്ങൾക്കും പഠിക്കാനുള്ളത്, നിങ്ങൾക്ക് പഠിച്ചാൽ നിങ്ങൾക്കും ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്യാൻ പറ്റും. എവിടെ? നമുക്ക് ആരംഭിക്കാം. ഓൾറൈറ്റ്. ഇത് മറ്റാരും എൻ്റെ ഭാര്യ തന്നെയാണ് കേട്ടോ. ഓൾറൈറ്റ്, നമുക്ക് ആരംഭിക്കാം. എൻ്റെ കയ്യിൽ ഇത് എല്ലാവർക്കും അറിയാമല്ലോ. ഇത് എന്താണിത്? കുട്ടികൾക്ക് പ്രത്യേകിച്ച് അറിയാം. എന്താണിത്? റൂബീസ് ക്യൂബ് അല്ലേ? ഇതിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നു ഡിഫറെൻ്റ് ആയിട്ടുള്ള പല കളേഴ്സ് ഇതിനകത്തുണ്ട് അല്ലേ? പച്ച, മഞ്ഞ, നീല, ഓറഞ്ച് എല്ലാം ഉണ്ട്. ഇത് ഓരോ കളറുകളും റെപ്രസെൻ്റ് ചെയ്യുന്നത് ഈ കമ്പനിയിലെ, അത് എലൈറ്റ് ഗ്രൂപ്പിലെ ഓരോ സ്റ്റാഫ്, ഓരോ അംഗങ്ങളെയാണ്. നിങ്ങൾ ആദ്യം റിക്രൂട്ട് ചെയ്ത് ഇവിടെ വരുമ്പോൾ, ദുബൈയിൽ വന്ന് ഈ ഗ്രൂപ്പിൽ ചേരുമ്പോൾ വ്യത്യസ്തമായ സാഹചര്യത്തിൽ വരുന്നവരാണ്, പല സ്വഭാവക്കാരാണ്. ചിലർ കുടുംബം, പാരമ്പര്യമൊക്കെ പറയും, ചിലർ അങ്ങനെയല്ല, രാഷ്ട്രീയം പറയുന്നവരുണ്ട്. അതല്ല. പക്ഷെ ഇതൊന്നും നമുക്കിവിടെ വേണ്ട. നമുക്ക് ഈ എലൈറ്റ് ഗ്രൂപ്പിൻ്റെ അഭിവൃദ്ധിയാണ് വേണ്ടത് എന്നാണ് നമ്മുടെ MD ആയിട്ടുള്ള ഹരികുമാർ സാർ ആഗ്രഹിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ആഗ്രഹം എന്താണ്? ഇവിടെ വന്ന് എഴുതൊന്നും വേണ്ട, ഒറ്റ മനസ്സോട് നീങ്ങണം എന്നാണ് ആഗ്രഹിക്കുന്നത്. അങ്ങനെ ഞാൻ അദ്ദേഹത്തിൻ്റെ ആഗ്രഹം ഇവിടുന്ന് കാണിച്ചത് എന്താണെന്നുള്ളത്. നോക്ക്, ഇതെന്താണിത്? ശൂന്യമായൊരു ബോക്സ്. ഇതിലേക്ക് ഞാൻ ഇങ്ങനെ ഇറക്കി വെക്കുകയാണ് ചെയ്യുന്നത്. ഇനിയാണ് മാജിക് സംഭവിക്കുന്നത്. ഓം ക്രീം. The hocus pocus പ്രകാരം ready 1 2 and 3. ഇതായിരുന്നു ഹരികുമാർ സാറിന്റെ മനസ്സിലെ ആഗ്രഹം. പക്ഷേ ഹാപ്പി ആയില്ല. കാരണം ഇത് ഇപ്പോഴും ഒരു ഗ്രൂപ്പിസത്തിന്റെ ഒരു ഭാഗമാണ്. പച്ച ഒരിടത്തേക്കുന്നു, മഞ്ഞ ഒരിടത്തേക്കുന്നതല്ലോ, അതുമല്ല. നമ്മൾ ഒറ്റ മനസ്സോടുകൂടി ഇവിടെ വർക്ക് ചെയ്യണം. എല്ലാവരുടെയും ലക്ഷ്യം ഒന്ന് തന്നെ ആയിരിക്കണം, നമ്മുടെ ഗ്രൂപ്പിന്റെ അഭിവൃദ്ധി. അതുപോലെ അതിലൂടെ കിട്ടുന്ന ആ ഒരു നന്മ നിങ്ങൾക്കൂടെ അദ്ദേഹം തന്നിരുന്നുണ്ടല്ലോ. അതുകൊണ്ട് ഒറ്റ മനസ്സോടെ മൂവ് ചെയ്യണം എന്നാണ് അദ്ദേഹം ആഗ്രഹിച്ചത്. വീണ്ടും അദ്ദേഹം ആഗ്രഹിച്ചു, എങ്ങനെ? ഇങ്ങനെ. നോക്കുക, ഇനിയാണ് ഒരു വെൽ മാജിക് സംഭവിക്കുന്നത്. ഓം ക്രീം. The hocus pocus record ready 1 2 and 3. നോക്കുക,
എല്ലാ ഭിന്നതകളും മാറി. ജാതി, മതം, വർണ്ണം എല്ലാം മാറി. പൊളിറ്റിക്സ് മാറി, എല്ലാം മാറി. ഒറ്റ മനസ്സോട് ഒറ്റ ഇതായിട്ട് മാറി. ദിസ് ഇസ് ഇറ്റ്. അദ്ദേഹം എന്തായാലും ഓക്കെ. ഒരാഴ്ച കൂടെ ആകാവോ? അല്ല, ഭക്ഷണം കഴിക്കാൻ റെഡിയല്ലേ? അല്ലേ? ഇതാ നോ പ്രോബ്ലം. ഓക്കെ. കബൂത്തർ, ഐ ഡിഡ്ന്റ് നോ ദാറ്റ് ഇത്രയും നല്ലൊരു ഓഡിയൻസ് ആണെന്ന് എനിക്കറിയാം. ഐ ഡിഡ്ന്റ് പ്രിപ്പയർ എനിത്തിങ്. ഇപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്തെങ്കിലുമൊക്കെ ചെയ്യാമായിരുന്നല്ലോ. പക്ഷേ സോറി, ഐ ഡിഡ്ന്റ് നോ ഓൾ ദീസ് തിങ്സ്. നൗ മാജിക് ഈസ് എ ബ്യൂട്ടിഫുൾ ഫോം ഓഫ് വിഷ്വൽ ആർട്സ്. നോക്കുക, മാജിക് എന്ന് പറഞ്ഞാൽ പലരും വിചാരിക്കുന്ന നേരത്തെ പറഞ്ഞ പോലെ പിശാചിന്റെ പ്രവർത്തനമാണ്. ശരിക്കും ഒന്നുമല്ല. സ്പീഡ്, ഡൈവേർട്ടിംഗ് ഒരു അറ്റൻഷൻ, ഇങ്ങനെയൊക്കെയാണ് അത് നിൽക്കുന്നത്. നമുക്ക് നോക്കാം. യെസ്, ശൂന്യതയിൽ നിന്നും ഭസ്മം സൃഷ്ടിക്കുന്നത് കണ്ടില്ലേ? Come on, right? Om Cream. Yes, come on, right? നോക്കുക, റൈറ്റ് ഇങ്ങനെ. എവിടെ പോയി? പോയി കഴിഞ്ഞു. അപ്രത്യക്ഷമായി കഴിഞ്ഞു. എവിടെ പോയി? എനിക്കറിയാം എവിടെ എന്നുള്ളത്. നിങ്ങളിൽ ആരോ ഒരാളുടെ കയ്യിൽ ഇത് വന്നിട്ടുണ്ട്. നിങ്ങളിൽ ഒരാളുടെ കയ്യിൽ. എനിക്കറിയാം ആരുടെ കയ്യിലെന്നുള്ളത്. ദയവ് ചെയ്ത് അത് സ്റ്റേജിൽ നിന്ന് എടുത്തു തന്നാൽ മതി. ഇല്ലെങ്കിൽ ഞാൻ അവരെ സ്റ്റേജിൽ കയറ്റിയിട്ട് അത് ഞാൻ കൊണ്ടുവരുന്നതായിരിക്കും. ഓൾറൈറ്റ്? ആരും വരാനില്ല. എന്നാലും ഞാൻ കണ്ണടയ്ക്കുന്നു. കണ്ണടച്ചുകൊണ്ട് ഞാൻ മന്ത്രം ചൊല്ലാൻ പോവുകയാണ്. ഓം ക്രീം. The hocus pocus abracadabra. Ready? 1, 2, 3. എന്തോ എൻ്റെ ഞാനിത് തിരിച്ച് തെളിഞ്ഞു വരുന്നു. ഇത് ആരുടെയോ കയ്യിലിതെത്തിയിട്ടുണ്ട്. ഞാനത് നിങ്ങളുടെ മുമ്പിൽ എത്തിക്കാൻ പോകുന്നു. ഞാനിതിങ്ങനെ ചൂണ്ടും. ആരെ ലാസ്റ്റിൽ ചൂണ്ടുന്നോ അവർ സ്റ്റേജിലേക്ക് കടന്നു വരണം. റൈറ്റ്? ഓം ക്രീം. The hocus pocus. Ready? 1, 2, and 3. You Shweta Menon. വന്നിട്ട് ഒത്തിരി നാളിന് ശേഷമോ കാണുന്നത്. ഞാൻ അഭിനയിച്ച പടത്തിൽ അദ്ദേഹം ആക്ട് ചെയ്തിട്ടുണ്ട്. അതോ തിരിച്ചാന്ന് പറയുന്നത്? ഞങ്ങള് TV ഷോയിലൊക്കെ ഞങ്ങൾ ഒരുമിച്ച് പങ്കെടുത്തിട്ടുണ്ട്. ഒത്തിരി സന്തോഷപ്പെടുന്നത് കണ്ടപ്പോൾ. നമുക്ക് ആരംഭിക്കാം. എൻ്റെ നഷ്ടപ്പെട്ട കാര്യം ഇവിടെ പോയി. ഒന്ന് കൈ ഉയർത്തി നോക്കി. ഇല്ല, ഇങ്ങോട്ട് നീങ്ങിക്കുക. ഒന്ന് നോക്കാം. എനിക്കറിയാം. ആ സാരി എടുത്തുമ്പോൾ തരുമോ? നോക്കുക. അയ്യോ, അങ്ങനെ നോക്കുക. ഇങ്ങനെ വെച്ചിട്ട് ഞാൻ ഇങ്ങനെ ഓം ക്രീം. അയ്യോ, അങ്ങനെ വരുന്നു. അയ്യോ, ഞാൻ അന്നേരം പറഞ്ഞില്ലേ, ദയവ് ചെയ്ത് ശ്വേത അങ്ങോട്ട് വരുമ്പോൾ ദയവ് ചെയ്താലും കള്ളി എന്ന് വിളിക്കരുത്. അദ്ദേഹം അറിഞ്ഞ കാര്യമല്ല, അറിയാതെ സംഭവിച്ചതാണ്. ഓക്കെ, ദാറ്റ് ഇസ് പ്യുവർലി മാജിക്. എന്തായാലും സ്റ്റേജിലേക്ക് കടന്ന് ഒത്തിരി സന്തോഷമുണ്ട്. ഏതായാലും ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് എന്നോട് സന്തോഷം. താങ്ക് യു വെരി മച്ച്. എല്ലാവരും കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുക. റൈറ്റ്? ഒന്നുകൂടി ശ്രദ്ധിച്ച് നോക്കണം. നിങ്ങളുടെ ശ്രദ്ധ മറ്റൊരു പണിയിലേക്ക് മാറാൻ പാടില്ല. ഒന്നുകൂടി ശ്രദ്ധിക്കുക. ഓൾറൈറ്റ്? ഇടത് കൈയിലേക്ക് എനിക്കിങ്ങനെ ഇറക്കി വെക്കുന്നു. പലരും പറയുന്നു സാമ്രാജ്യത്തിനാണ്, അല്ലെങ്കിൽ മജീഷ്യൻസ് എന്തിനാണ് ഈ കോട്ടും സൂട്ടും ഒക്കെ ഇട്ടുകൊണ്ട് വരുന്നത്? ഇത് അങ്ങോട്ട് പോകുന്നല്ലേ ഇങ്ങോട്ട് പോകുന്നല്ലേ എന്നൊക്കെ ചോദിച്ചേക്കാം, അല്ലേ? ഓൾറൈറ്റ്? പക്ഷെ സൂക്ഷിച്ച് നോക്കണം. ഡോണ്ട് ബ്ലിങ്ക് യുവർ ഐസ്. നിങ്ങളുടെ കണ്ണുകൾ അടയ്ക്കാൻ പാടില്ല. എപ്പോഴാണ് നിങ്ങൾ കണ്ണുകൾ അടയ്ക്കുന്നോ ഒരുപക്ഷെ അപ്പോഴായിരിക്കും മാജിക് സംഭവിക്കുന്നത്. ഓർത്തുകൊള്ളുക. ഓം ക്രീം. Come on.
അപ്രത്യക്ഷമായി കഴിഞ്ഞു. പോയി കഴിഞ്ഞു. എവിടെ പോയി? ഏതാ? എനിക്കറിയാം എവിടെയെന്നുള്ളത്. എന്റെ കയ്യിലുണ്ട്. കണ്ടില്ലേ? Yes, come on. Hey, come on, right. അപ്പൊ ഞാൻ അവിടെ ഇരുന്നപ്പോൾ എന്റെ സുഹൃത്ത് ചോദിക്കായിരുന്നു, എന്താണ് മാജിക് എന്നാണ് ചോദിക്കുന്നത്. നോക്കുക, നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ മറ്റൊരു വഴിയിലേക്ക് മാറ്റിമറിക്കുകയാണ് ചെയ്യുന്നത്. ഇതിലേക്ക് എന്നെ ശ്രദ്ധിക്കുക. എന്താണിത്? ഗ്ലിറ്ററിംഗ്സ് ഒക്കെ പറയും. ഈ തോരണമൊക്കെ കിട്ടുന്ന സാധനമല്ലേ, അതാണ്. നോക്കുക. Yes, come on, right. That's it. സമയമില്ല, അതിക്രമിച്ചിരിക്കുന്നു. ഓക്കെ, എനിക്ക് തന്നിട്ടുള്ള ഈ ഒരു വീഡിയോ ഒരുക്കിയ